ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പിയായി സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി എന്നറിയാം, ക്ഷമിക്കുക. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരുപാട് പേർ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് എനിക്കറിയാവുന്നതുപോലെ ഉത്തരം പറയാനാണ്. ചോദ്യം വേറെ ഒന്നുമല്ല, CSIR UGC JRF കിട്ടാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണുവാനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ ഇത് ഉപകാരപ്രദമെന്ന് തോന്നിയ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ JRF ക്ലിയർ ചെയ്തതിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. എനിക്ക് 2017 ജൂണിൽ നടന്ന ജോയിൻറ്റ് CSIR UGC എക്സാമിനേഷനിലാണ് JRF കിട്ടുന്നത്. അന്ന് 200 മാർക്കിൽ 49.5% അഥവാ 99 മാർക്കായിരുന്നു നെറ്റ് അഥവാ ലെക്ചർഷിപ്പ് ലഭിക്കുവാൻ വേണ്ടിയിരുന്നത്. 55% അഥവാ 110 മാർക്കായിരുന്നു JRF ലഭിക്കാൻ വേണ്ടിയിരുന്നത്. 200ലാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. ഓക്കെ, ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. OBCക്കും SC/STക്കും ഇതിലും കട്ട് ഓഫ് കുറയും. OMR ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആയിരുന്നു അന്ന്. ഇങ്ങനെ നമ്മൾ എഴുതുന്ന എക്സാം ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ കൈവച്ച് കറുപ്പിക്കുന്ന ബബിൾസ് കറുപ്പിക്കുന്ന എക്സാം ആയിരുന്നു. ഇന്നത്തെ പോലെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം അല്ലായിരുന്നു. ഓക്കെ, എനിക്ക് 117.5 മാർക്കായിരുന്നു ലഭിച്ചത്. 2016 സെപ്റ്റംബറിലായിരുന്നു ഞാൻ MSc പാസ് ഔട്ട് ആയത്. പിന്നീട് 2016 ഡിസംബറിലെ എക്സാം തനിയെ പഠിച്ചെഴുതാനൊരു ശ്രമം നടത്തി. പക്ഷേ 80 മാർക്ക് മാത്രമേ എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ. അന്ന് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് ആനിമൽ ഫിസിയോളജി, എക്കോളജി കൂടാതെ C പാർട്ടിലുള്ള വലിയ ചോദ്യങ്ങൾ മനസ്സിലാക്കി ആൻസറിലേക്ക് വരാൻ പറ്റാതിരുന്നതും പിന്നെ B പാർട്ടിൽ കുറേ നെഗറ്റീവ് മാർക്കും ലഭിച്ചതായിരുന്നു. പിന്നീട് ജനുവരിയിൽ ഞാൻ കോട്ടയം ബയോഎക്സിൽ ക്ലാസ്സിന് ചേർന്നു. അവിടെ ശ്യാം സാറാണ് മുഴുവൻ ക്ലാസ്സുകളും പഠിപ്പിക്കുന്നത്. കുറച്ച് ബയോകെമിക്കൽ പോർഷൻസ് മാത്രമേ ശോഭിൻ സാറ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് എങ്ങനെ ചിട്ടയായി പഠിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സാർ എല്ലാവർക്കും അന്നന്ന് പഠിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ ഹാർഡ് കോപ്പി രാവിലെ വരുമ്പോൾ തന്നെ തരും. അത് ഫുള്ള് ഒരു സംശയം പോലും നമുക്ക് നിലനിർത്താതെ ഫുള്ള് നന്നായിട്ട് പഠിപ്പിക്കും. അത് 6 മാസക്കാലം അങ്ങനെയാണത് പോയത്. അപ്പം ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് എന്നും വൈകുന്നേരം റൂമിൽ വന്നിരുന്ന് നന്നായി ഒന്നുകൂടി വായിക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത് നമ്മൾ വെറുതെ വായിക്കുകയല്ല ചെയ്യുന്നത്, ഒരു വാക്കുപോലും നമ്മൾ മിസ് ചെയ്യാതെ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് വായിക്കുന്നത്. അതൊക്കെ ഇനി ഫ്രണ്ടിലോട്ട് ഞാൻ പറയാം. അപ്പം അങ്ങനെ ഒരു വാക്ക് പോലും മിസ് ചെയ്യാതെയാണ് നമ്മളത് വായിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് കൂട്ടുകാരോട് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിനെ പറ്റിയിട്ട് നന്നായിട്ട് യാതൊരു ഡൗട്ടും കൂടാതെ അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ അവിടെ നടത്തിയിരിക്കണം. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ പ്രത്യേകം ഒരു സ്ലൈഡായിട്ട് തന്നെ പറഞ്ഞത്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് പഠിക്കുമ്പം അവർക്ക് മനസ്സിലായ കാര്യം കൂടി അവർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറേ കൂടി മനസ്സിലാവും. നമ്മുടെ ഏജിലുള്ളവർ കുറേ പറഞ്ഞു തരുമ്പം നമുക്ക് കുറച്ചുകൂടി അത് നമുക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ഡൗട്ടുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ആ വിഷയത്തിൽ ഒന്നുകൂടി നമ്മൾ മാസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും അത് മറന്നു പോവില്ല. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടാനുള്ള അങ്ങനെ പ്രതീക്ഷിച്ച് പഠിക്കുന്നവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ബയോ എക്സലിൻ്റെ പരസ്യത്തിനാണോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എൻ്റെ അനുഭവങ്ങളല്ലെങ്കിൽ എൻ്റെ വിജയത്തിനെ പറ്റി പറയുമ്പോൾ ബയോ എക്സലിൻ്റെ കാര്യം പറയാൻ എനിക്ക് പറ്റത്തില്ല. ഓക്കെ, എന്നിരുന്നാലും എത്ര വലിയ കോച്ചിങ് സെൻറ്റർ ആയിരുന്നാലും അല്ലെങ്കിൽ എത്ര നല്ല കോച്ചിങ് സെൻറ്റർ ആണെങ്കിലും അവിടെയുള്ള അധ്യാപകർ എത്ര നന്നായി പഠിപ്പിച്ചു മനസ്സിലാക്കിയാലും നന്നായി ചിട്ടയായി മനസ്സിരുത്തി പഠിച്ചെങ്കിലേ വിജയിക്കാനാവുള്ളൂ. ഓക്കെ, ഇത് ഞാൻ പറയാനുള്ള കാരണം കോച്ചിങ്ങിന് പോയിട്ടും ഇതുവരെയും JRFും നെറ്റും ഒന്നും ലഭിക്കാത്ത ഒരുപാട് പേരെ എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവനും തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് പഠിച്ച് എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അതിനാവശ്യമുള്ള കുറച്ച് ടിപ്സും പിന്നെ ജനറലായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് എൻ്റെ ഒരു ജനറൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കിട്ടിയത്, നിങ്ങളെങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ എന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരും കൂടി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഭാഗ്യത്തിനെ
ഭാഗ്യം കൊണ്ടാണ് കിട്ടുന്നത് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടൂ എന്നുള്ള ചിന്തയെ നമ്മൾ ദൂരെ കളയുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഒരിക്കലും JRF കിട്ടുക എന്നത് ഭാഗ്യത്തിൻ്റെ മാത്രം കൊണ്ട് കിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ മാത്രം കളിയല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് കൂടി ആയപ്പോൾ നന്നായി അറിയാവുന്ന അല്ലെങ്കിൽ ഉത്തരം അത്രയ്ക്ക് ശരിയെന്ന് ഉറപ്പുള്ളത് മാത്രമേ നോക്കാൻ പോലും നമുക്ക് സമയം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് നന്നായി പഠിച്ചിട്ട് തന്നെ പോവുക, കാർക്കി കുത്തി ജയിക്കുക എന്നുള്ള ധാരണ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഭാഗ്യം എന്നുള്ളത് അല്ലെങ്കിൽ ലക്ക് എന്നുള്ളതിൽ ബിലീവ് ചെയ്യാതിരിക്കുക. നമ്മൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ലഭിക്കൂ എന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് പഠിക്കേണ്ടത്. ഇതെന്നോട് കുറേ പേര് ചോദിച്ചു, സിലബസ് ഇങ്ങനെ മല പോലെ കിടക്കുമല്ലേ എന്ന്. ശരിയാണ്, ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? വഴിയുണ്ട്. സിലബസ് കണ്ടു മടുക്കും മുമ്പ് നേരത്തെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടു പിറകെ നടന്ന CSIR എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കാം. അതൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് പഠിക്കാൻ തുടങ്ങുക. ഒന്നുകൂടി ക്ലിയറായിട്ട് പറഞ്ഞാൽ, നമ്മളൊന്നും കാര്യമായിട്ട് പഠിക്കാതെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു 20% എങ്കിലും നമുക്ക് ശരി ഉത്തരം അറിയാവുന്നവരുണ്ടായിരിക്കും. അങ്ങനെ അറിയാവുന്നവർ തൽക്കാലം ഒന്നും വിടുക. ബാക്കി തീരെ അറിയാതെ എന്നാൽ അതിൻ്റെ നോട്ട്സ് ഒക്കെ കാണുമ്പോൾ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നവ മാത്രം വായിച്ച് പഠിക്കുക. ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി പഠിക്കുക. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, ഒരു ഓർഡർ ഉണ്ട് പഠിക്കണമെങ്കിൽ. നമ്മൾ വെറുതെ ഏത് സബ്ജക്റ്റ് ആദ്യം തുടങ്ങണം എന്ന് വിചാരിച്ച് ആകെ അന്താളിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ അതെനിക്ക് MSc കഴിഞ്ഞ സമയത്ത് ഫീൽ ചെയ്തൊരു കാര്യമാണ്. എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയാത്തൊരു കാര്യമുണ്ട്. ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ജെനറ്റിക്സ്, മോളിക്കുലാർ, അങ്ങനെയാണ് പോകേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് ശരിക്കും ജെനറ്റിക്സ്, മോളിക്കുലാറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും. നമുക്ക് പിന്നീട് ഈ ഡെവലപ്മെൻറ്റൽ ബയോളജി ഒക്കെ പഠിക്കുമ്പോഴും ഒക്കെ ഒരുപാട് ജീനും പിന്നെ ഒക്കെ പഠിക്കാനുണ്ട്. ഈ സെല്ലിൻ്റെ കാര്യം പഠിക്കുമ്പോഴാണെങ്കിൽ തന്നെ ഒരുപാട് ജീനിൻ്റെ കാര്യവും ഓരോ റിയാക്ഷൻ്റെ കാര്യവും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ മോളിക്കുലറോ ജെനറ്റിക്സോ ആദ്യം പഠിച്ച് തുടങ്ങണം. എങ്കിൽ മാത്രം, അല്ലാതെ പഠിച്ച് തീർന്നെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത് തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യമേ കയറി ഈ ഡെവലപ്മെൻറ്റൽ ബയോളജി, എംബ്രിയോളജി ഒക്കെ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ജെനറ്റിക്സ്, മോളിക്കുലർ ബയോളജി, ഇതൊക്കെയാണ് ആദ്യമേ പഠിക്കാൻ തുടങ്ങുക എന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് വാട്ട് ടു സ്റ്റഡിയിൽ വരുന്നത്. ദെൻ റിപ്പീറ്റഡ് സ്റ്റഡി, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിപ്പീറ്റഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏറ്റവും പ്രയാസം കൂടിയ ഭാഗമാണ് നമ്മൾ റിപ്പീറ്റായിട്ട് പഠിക്കേണ്ടത്, റിപ്പീറ്റായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ ലൈഫ് സയൻസുകാർക്ക് ഒരുപാട് ടേംസ് ഒക്കെ പഠിക്കാനുണ്ട്. ലൈക്ക് എൻസൈംസിൻ്റെയും റിസപ്റ്റേഴ്സിൻ്റെയും ഒക്കെ പേര്, അതുപോലെ തന്നെ ഫിനോമിനൻ്റെ പേരുകളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. അപ്പോൾ റിപ്പീറ്റായിട്ട് ഓരോ വീക്ക് ഇടവിട്ട് പഠിച്ച കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറന്നു പോയില്ല. നമ്മളത് വീണ്ടും നമ്മൾ ഒരു തവണ വായിക്കുമ്പം നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്കിനി കുറേ തവണ വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, ഇതാണോ അതിനകത്ത് ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ. അപ്പം നമ്മൾ ആ ഒരു സംഭവം നമ്മൾ മറന്നു പോവില്ല, നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് എല്ലാം കൂടി ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഓർമ്മയിൽ എക്സാമിൻ്റെ സമയത്ത് അത് വരില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പേജ് അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ആ ഒരു വേർഡോ ഒക്കെ നമുക്ക് കണ്ട് നല്ല പരിചയം വേണം. അങ്ങനെ പരിചയം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, അതേ ഉള്ളൂ വഴി. അല്ലാതെ നമ്മൾ ജെനറ്റിക്സ് ആദ്യം പഠിച്ചു, അത് കഴിഞ്ഞ് വേറെ എക്കോളജി ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ജെനറ്റിക്സ് പഠിച്ച മുഴുവൻ മറന്നു പോകും, അതിനകത്തുള്ള തിയറീസും മുഴുവൻ മറന്നു പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ എക്കോളജിയുടെ ഇടയ്ക്കും ഒന്ന് രണ്ടോ മണിക്കൂർ കണ്ടെത്തി അല്ലെങ്കിൽ കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ ജെനറ്റിക്സും കൂടി വായിച്ചു നോക്കുക. അങ്ങനെ അപ്പോൾ നമ്മൾ ഓരോ വീക്ക് ഇടവിട്ടെങ്കിലും നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു വഴി എന്ന് പറയുന്നത്. ഓക്കെ, അതാണൊരു റിപ്പീറ്റഡ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതാണ്. ദെൻ വരുന്നത് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത്
ഒട്ടും നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല. അപ്പം അതുപോലെ തന്നെ ഉറക്കം പഠിക്കുന്ന കാര്യമൊന്നുമില്ല. തുടർച്ചയായിട്ടൊരു 4 മാസം കിട്ടി അത് വേണ്ട വിധം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. ഇനി പഠിക്കുന്ന കുട്ടികളോ ജോലിക്ക് പോകുന്നവരോ ആണെങ്കിൽ ദിവസം മിനിമം ഒരു 2 മണിക്കൂർ മനസ്സിരുത്തി പഠിക്കാനിരിക്കുക. കുറച്ച് താമസം എടുക്കുമെങ്കിൽ ആരോഗ്യം മാറ്റിവെച്ചിട്ടുള്ള പഠനത്തിനൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് നമ്മൾ വായിക്കുന്ന ഓരോ വാക്കിൻ്റെയും അതിനകത്തുള്ളിലുള്ള ഇൻ്റർമീനിങ്സും എല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതൊക്കെ നമ്മളൊരു കഥ പോലെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്, കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡിയിൽ. ദെൻ പറഞ്ഞേക്കുകയാണ് ബൂസ്റ്റ് യുവർ മെമ്മറി പവർ. നമുക്കെങ്ങനെ നമ്മുടെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്തെടുക്കാം? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്. ഞാൻ എക്സാമിന് ഇരുന്നപ്പം ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരുന്നത് എങ്ങനെയാണ്, അതെൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാനിവിടെ പറയുന്നത്, അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ പഠിച്ച ഫ്ലോ ചാർട്ടുകൾ, കണ്ടിന്യൂസ് പ്രോസസ്സായിട്ടുള്ള സെൽഫേറ്റ്, അതിൽ ഓർഗാനോജെനസിസ്, ഫെർട്ടിലൈസേഷൻ ഓഫ് ആംഫീബിയൻസ്, അതുപോലെ ട്രോസോഫില, സി എലഗൻസിൻ്റെ ഒക്കെ കാര്യം, പിന്നെ സെൽ ബയോളജിയിലുള്ള കുറേ ഡയഗ്രാംസ് ഉണ്ട്, പാത്ത് വേസ് ഉണ്ട്, പിന്നെ ജെനറ്റിക്സിലാണെങ്കിൽ ഒരുപാട് തിയറീസും റേഷ്യോസും ഒക്കെ ഉണ്ട്, അതുപോലെ എവല്യൂഷണറി ടൈം സ്കെയിലിൻ്റെ വലിയൊരു ചാർട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അത് എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കതിനകത്ത് പഠിക്കാൻ പറ്റുന്ന പോലെ നമ്മളത് കാണാതെ പഠിച്ചു വെച്ചേക്കുവാണ്. ഇപ്പോൾ ഗ്ലൈക്കോളിസിസ് ആണെങ്കിലും ക്രെബ് സൈക്കിൾ ആണെങ്കിലും ഒക്കെ ഒരുപാട് സാധനങ്ങളുള്ളതാണ്. അപ്പം അതിനകത്ത് എവിടെയാണ് ഇന്ന എൻസൈം ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് പഠിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെഴുതണം, അതിങ്ങനെ മെമ്മറിയിൽ ബൂസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളത് ഓർത്തിരിക്കണം. അതിനുള്ള നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ചെയ്തിരുന്നത് രാവിലെയും വൈകിട്ടും കിടക്കുന്നതിന് മുമ്പും എണീക്കുന്നതിന് മുമ്പേയും ഇതെല്ലാം മനസ്സിൽ വിചാരിക്കും. അപ്പം കിടന്നുകൊണ്ട് തന്നെ മനസ്സിൽ വിചാരിക്കും ഇത് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ അപ്പം തന്നെ എണീറ്റിട്ട് ബുക്ക് നോക്കി ഇന്ന സ്ഥലത്ത് ഇന്നത് മറന്നു പോയെങ്കിൽ ആ സ്ഥലത്ത് ഒന്നുകൂടെ നോക്കി ഒന്നുകൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്, ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ മെമ്മറി ബൂസ്റ്റ് ചെയ്യുക. അതിപ്പോൾ ഈ എക്സാമിന് തന്നെയല്ല, വേറെ എന്ത് കാര്യമാണേലും ഓർത്തിരിക്കാനുള്ളൊരു വലിയൊരു ടിപ്പാണത്. ഓക്കെ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, എന്ത് ബുക്കാണ് റെഫർ ചെയ്തതെന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഏത് ടെക്സ്റ്റാണ് റെഫർ ചെയ്യേണ്ടതെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. അതിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്ന ഒന്നുമല്ല. എന്നാലും അല്ലെങ്കിൽ ഞങ്ങളുടെ കോച്ചിങ് സെൻറ്ററിൽ അന്ന് പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറാണ്, റെഫറൻസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ. മോളിക്കുലർ ബയോളജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജിക്ക് വേണ്ടിയിട്ട് വാട്സൺ ആയിരുന്നു ഞങ്ങൾ അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ കോളേജിൽ വാട്സണും ട്രോപ്പും അതുപോലെ തന്നെ ലോഡിഷ്, അതുപോലെ കാർപ്പ് കൂപ്പറിൻ്റെ ഒക്കെ ഞങ്ങൾ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെയൊക്കെ ടെസ്റ്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ എക്കോളജിക്കാണെങ്കിൽ പീറ്റർ സ്റ്റില്ലിങ്ങിൻ്റേതും അതുപോലെ തന്നെ സ്മിത്തിൻ്റേതുമാണ് യൂസ് ചെയ്യുന്നത്. പീറ്റർ സ്റ്റില്ലിങ് നല്ല ബുക്കാണ്, അതിനകത്തു നിന്നാണ് ഞങ്ങൾ എക്കോളജി പഠിച്ചുകൊണ്ടിരുന്നത്. ദെൻ ലെനിഞ്ചറിൻ്റെ ബുക്കായിരുന്നു ബയോകെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ദെൻ തേയ്സിൻ്റെ ബുക്കായിരുന്നു പ്ലാന്റ് ഫിസിയോളജിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ജെനറ്റിക്സിനാണെങ്കിൽ ബെഞ്ചമിൻ പിയേഴ്സിൻ്റെ ബുക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആനിമൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ബയോളജിക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ടെസ്റ്റൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഒരുപാട് പേര് ഈ പാത്ത് ഫൈൻഡറിൻ്റെ ബുക്ക് പഠിക്കുന്നുണ്ട്. ഇതാകുമ്പം ഒരു സെറ്റായിട്ട് കിട്ടും. ഇത്രയും 6 എണ്ണം ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ആമസോണിനകത്തുനിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പാത്ത് ഫൈൻഡറിൻ്റെ ഈ ബുക്സുകൾ നല്ല ബുക്സാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരുപാട് പേരിപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ബുക്സാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഏത് ബുക്ക് പഠിച്ചെന്ന് വെച്ചാൽ അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പാരഗ്രാഫാണോ വായിക്കുന്നത് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ മനസ്സിലാക്കുക. വെറുതെ വായിച്ച് വിടരുത് ഒന്നും എന്നാണ് പറഞ്ഞു മനസ്സിലായോ? നമ്മൾ വെറുതെ ഒരു പാരഗ്രാഫ് വെറുതെ വായിച്ചു വിടരുത്. അതിനകത്തുനിന്ന് എത്ര മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ജസ്റ്റ് ഒന്ന് എഴുതിയിടുവോ, അല്ലെങ്കിൽ ഓർമ്മയിൽ ഇങ്ങനെ കുറിച്ച് ഇത് ഇന്ന ചോദ്യം ചോദിക്കാതിരിക്കുക. നമ്മൾ വായിക്കുന്ന ഓരോ സെൻറ്റൻസിനെയും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുക, അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. വെറുതെ ടെസ്റ്റ് വായിച്ചു വിട്ടത് കൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കില്ല. ഓക്കെ.
പിന്നൊരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റും ടൈം മാനേജ്മെൻറ്റും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. CSIRൻ്റെ സൈറ്റിൽ തന്നെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ഉണ്ട്. അവ ഡൗൺലോഡ് ചെയ്ത് 3 മണിക്കൂർ തന്നെ എടുത്ത് 3 പാർട്ടും ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാനാണെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് C പാർട്ടാണ് ആദ്യം ചെയ്യുന്നത് നല്ലതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. കാരണം 4 മാർക്കാണ് ശരി ഉത്തരത്തിന് കിട്ടുന്നത്. 25 എണ്ണവും ശരിയാക്കിയാൽ 100 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. നന്നായി സബ്ജക്റ്റ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ മിനിമം 20 എണ്ണമെങ്കിലും ശരിയാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ 75 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ നിന്നാണ് 25 എണ്ണത്തിന് മാത്രമേ നമ്മൾ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. 25 എണ്ണവും മസ്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. തീരെ പറ്റുന്നില്ല, കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ മാത്രം 2-3 ക്വസ്റ്റ്യൻസ് വിടുക. പിന്നെ ചില ആൻസേഴ്സൊക്കെ ആണെങ്കിൽ 4 ഓപ്ഷൻ ഉള്ളതിനകത്ത് 2 എണ്ണത്തിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ കാണും. 2 എണ്ണം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ 2 എണ്ണം നമ്മൾ ലാസ്റ്റ് കൺഫ്യൂഷനകത്ത് നിൽക്കുകയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് കറക്കി കുത്തുന്നത് കൊണ്ട് തെറ്റില്ല. പോയാൽ 1 മാർക്ക് കിട്ടിയാൽ 4 മാർക്കാണ് കിട്ടുന്നത്. അങ്ങനെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ A പാർട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ടോട്ടൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ് 145 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, 145 ക്വസ്റ്റ്യൻസ് ആണ്, 200 മാർക്കാണുള്ളത്. അതിൽ തന്നെ A പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ A പാർട്ടിൽ 2 മാർക്ക്, A പാർട്ടിൽ 20 ചോദ്യങ്ങളാണുള്ളത്. അതിനകത്ത് 15 എണ്ണം മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. 2 മാർക്ക് വെച്ച് ടോട്ടൽ 30 മാർക്കാണ് A പാർട്ടിൽ നമുക്ക് ലഭിക്കുന്നത്. ദെൻ B പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 50 ചോദ്യങ്ങളുണ്ട്, 35 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതും ഓരോ ശരി ഉത്തരത്തിനും 2 മാർക്ക് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ടോട്ടൽ 70 മാർക്കാണ് B പാർട്ടിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ C പാർട്ടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 75 ക്വസ്റ്റ്യൻസിൽ നിന്ന് 25 എണ്ണമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ ആൻസറിനും 4 മാർക്കാണുള്ളത്. സോ 100 മാർക്കാണ് നമുക്ക് C പാർട്ടിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ A പാർട്ട് ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് 30 മിനിറ്റും B പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും C പാർട്ട് ചെയ്യാൻ 1.5 മണിക്കൂറുമാണ് നമ്മൾ സമയം എടുക്കേണ്ടതെന്നാണ് ഈ എക്സാം ഇട്ടവരൊക്കെ പറയുന്നത്, CSIRകാർ പറയുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് A പാർട്ടിൽ ഒരുപാട് സമയം ചിലവഴിച്ചിട്ട് തലകുത്തി കിടന്ന് കണക്കൊക്കെ ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ A പാർട്ടിൽ അധികം സമയം കളയാൻ പാടില്ല. A പാർട്ടിൽ ഒരു 30 മിനിറ്റ് മാക്സിമം എടുക്കാൻ പാടുള്ളൂ, മാക്സിമം. കാരണം ഒരുപാട് ചിലവിടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ പരീക്ഷയുടെയൊക്കെ സമയത്ത് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഒരുപാട് സമയം എന്തിനാണ് A പാർട്ടിൽ എടുക്കുന്നത്, അതിനകത്ത് ഒരുപാടങ്ങ് സമയം കളയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം കട്ട് ഓഫ് കൂടിയ സാഹചര്യത്തിൽ A പാർട്ടിൽ മിനിമം 10 എണ്ണമെങ്കിലും ചെയ്യുക. കാരണം ഇപ്പം 120 ഒക്കെ ആയി കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, അതിൽ ഒരു 5 എണ്ണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും ഈ A പാർട്ടിലെ. അതുപോലെ തന്നെ സെയിം പാറ്റേൺ ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 10th ലെവൽ വരെയുള്ള ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെച്ചിട്ട് വന്നാൽ മതി. എന്ന് കരുതി ഒരുപാട് സമയമൊന്നും A പാർട്ടിൽ ചിലവഴിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ C പാർട്ടിൽ നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ലോജിക്കലി തിങ്കിങ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സമയം വേണം നമുക്ക് C പാർട്ടിൽ. അതുകൊണ്ട് തന്നെ A പാർട്ടിൽ ഒരുപാട് സമയം കളയാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്ത് നോക്കുക, ഇമ്പ്രൂവ് ചെയ്യുക, പ്രയാസമുള്ള ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണുള്ളത്, കുറുക്ക് വഴികളൊന്നുമില്ല. നന്നായിട്ട് പഠിക്കുക, റിപ്പീറ്റ് ചെയ്യുക, പിന്നെ ടെൻഷൻ ഇല്ലാതെ ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പഠന എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ തൊട്ട് ലൈഫ് സയൻസ് ക്ലാസ്സസ് ഉൾപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ലവ് യു ഓൾ.